ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വിഷയം കണ്ടില്ലേ? അപ്പം ചൂഷണം ചെയ്യുന്ന സ്ത്രീകളോ ഭാര്യമാർ. അപ്പം ആദ്യം അത് വളരെയധികം ഇതായിട്ട് പറയണം. അപ്പം ഞാനിന്ന് ഭാര്യമാരെ പറ്റിയിട്ട് പറയാം, ചൂഷണം ചെയ്യുന്ന ഭാര്യമാർ. കാരണം എപ്പോഴും ഭാര്യമാരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോസാണല്ലോ ഇടുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അവർക്ക് ഒരുപാട് ക്വാളിറ്റീസും എന്താ പറയുക, ഡിസ്ക്വാളിറ്റീസ് അല്ലേ, അങ്ങനെയല്ലേ പറയാം? അങ്ങനെയാണോ? എന്നാൽ അങ്ങനെ ക്വാളിറ്റി ഉള്ളവരുണ്ടാവും, ക്വാളിറ്റി ഇല്ലാത്തവരുണ്ടാവും, അങ്ങനെ പറയാം, കുഴപ്പമില്ലല്ലോ. അപ്പം അതൊക്കെ സ്വാഭാവികമാണ്. എല്ലാ മനുഷ്യനും എന്താണ്, നല്ലതും ചീത്തയൊക്കെ ഉണ്ടാവും, അറിയാലോ ഞാൻ പറയാതെ. അപ്പം ചില ആൾക്കാരിൽ അതിൻ്റെ അംശം കൂടുതലായിരിക്കും, നല്ലതിൻ്റെ അംശം കൂടുതലായിരിക്കും. ചില ആൾക്കാരിൽ ചീത്തയുടെ അംശം കൂടുതലായിരിക്കും. ചീത്തയുടെ അംശം കൂടുതലാവുമ്പോഴാണ് ഇതുപോലെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുക. അപ്പം നമ്മുടെ ചുറ്റിലും നമ്മളൊന്ന് കണ്ണോടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴൊക്കെ മറ്റുള്ള വീടുകളിലെ കാര്യങ്ങളൊന്നും ആർക്കറിയില്ല, ഒന്നുമില്ല. എങ്കിലും നമ്മളടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എപ്പോഴും മറ്റൊരാൾ അവരുടെ പ്രശ്നങ്ങൾ നമ്മളോട് പറയുമ്പോൾ നമുക്കതൊരു സ്റ്റോറി, അവർക്കതൊരു അനുഭവമാണ്. അതാണ് വ്യത്യാസം. അപ്പം എൻ്റെ പരിചയത്തിലും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ കേട്ടിട്ടുള്ള കുറച്ച് സ്റ്റോറികളുണ്ട്. സ്റ്റോറിന്നേ എനിക്കതിനെ പറയാൻ പറ്റുള്ളൂ ഞാൻ പറയുമ്പോൾ. പക്ഷെ ഞാനത് പറയുമ്പോൾ ഞാൻ സ്റ്റോറി ആയിട്ടല്ല എടുത്തിട്ടുള്ളത്. എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാവുന്ന സൊല്യൂഷൻസ് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യും, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. എനിക്ക് പറ്റാവുന്ന പോലെ ഞാൻ പറയാറുണ്ട്. അപ്പം ഒരു ഇത് ഞാൻ പറയാം. ചില സ്ത്രീകളെ കല്യാണം കഴിക്കുമ്പോൾ, ചില പെൺകുട്ടികളായാലും ഇപ്പം ഇന്ന് കുറച്ചതായിട്ടായാലും കല്യാണം കഴിക്കുമ്പോൾ അവർ ചിലപ്പം വളരെ എന്താ പറയുക, സാമ്പത്തിക സ്ഥിതി മോശമായ വീടുകളിൽ നിന്ന് വന്നവരായിരിക്കാം. അല്ലെങ്കിൽ സാമ്പത്തികമുള്ള വീടുകളിൽ നിന്ന് വന്ന കുട്ടികളും ഉണ്ടാവും, അല്ലാത്തവരുണ്ടാവും. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവരുടെ വീട്ടിൽ മോശം സ്ഥിതിയാണെങ്കിൽ ചില ഭർത്താക്കന്മാർ അവരെയും കൂടി ഹെൽപ്പ് ചെയ്യും. ഇവർക്ക് വേറെ ജോലിയൊന്നുമില്ലെങ്കിൽ അവരുടെ വീട്ടുകാരെയും കൂടി ഹെൽപ്പ് ചെയ്ത് അവരെയും ഇങ്ങനെ പൊന്തിച്ചു കൊണ്ടുവരാനായിട്ടൊക്കെ ശ്രമിക്കും. പക്ഷേ അങ്ങനെ എല്ലാവരും ശ്രമിച്ചോളണമെന്നില്ല. അങ്ങനെ ശ്രമിക്കാത്ത സ്ഥലത്തെ വീടുകളിലെ ലേഡീസൊക്കെ ചിലവർ ചെയ്യണ പരിപാടി എന്താണ്, ഭർത്താക്കന്മാരറിയാതെ അവരുടെ പൈസ എടുത്തിട്ട് അവർ എന്തെങ്കിലുമൊക്കെ കുതന്ത്രങ്ങളൊക്കെ ഒപ്പിച്ചിട്ട് സ്വന്തം വീട്ടുകാരെ സഹായിക്കുന്ന ഒരു സമ്പ്രദായം പണ്ടൊക്കെ കണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇപ്പം അങ്ങനെ ആരെയും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇപ്പോഴും ഉണ്ടാവുമായിരിക്കും, ചെയ്യുന്നവരും ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും. പക്ഷേ അങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും, സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും, നമ്മളൊരാളെ കൂടെ ജീവിക്കുന്ന സമയത്ത്, ജീവിക്കുന്ന കാലഘട്ടത്തിൽ മരണം വരെ അയാളെ കൂടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഭർത്താവിൻ്റെ പൈസ ഭർത്താവ് അറിയാതെ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്വത്ത് എന്ത് തന്നെയായാലും ഭർത്താവ് അറിയാതെ വേറൊരാൾക്ക് അദ്ദേഹത്തിൻ്റെ സമ്മതമില്ലാതെ നമ്മൾ കൊടുക്കുന്നത് വളരെ എന്താ പറയുക, തെറ്റുന്നതെന്ന് ഞാൻ പറയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ കുഴി നമ്മൾ തന്നെ തോണ്ടുന്ന ഒരു അവസ്ഥയാണത്. ഈ കൊടുക്കുന്നവർ ചിലപ്പം ഒരു ഗതിയുമില്ലാതെ ജീവിക്കാൻ മാർഗമില്ലാത്തവരാണ്, ഭർത്താവ് ഒരു ദുഷ്ടനാണ്, ആരെയും സഹായിക്കാത്ത ഒരാളെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് കുറച്ചൊക്കെ അതിനെ സമ്മതിക്കാം. എങ്കിലും അത് ശരിയായ രീതിയാണെന്ന് ഞാൻ പറയണില്ല. ഒരാളുടെ ഇഷ്ടമില്ലാത്ത മുതൽ വേറൊരാൾക്ക് നമ്മൾ ഇതാക്കി കൊടുക്കാൻ പാടില്ല. അഥവാ അത്യാവശ്യം വീട്ടിലൊക്കെ വലിയ കുഴപ്പമില്ലെങ്കിലും ഓരോ ആവശ്യങ്ങൾ വരുമ്പോഴും നമ്മൾ വീട്ടിലുള്ളവരുടെയും സഹോദരങ്ങളെയൊക്കെ ഭർത്താവ് അറിയാതെ നമ്മൾ സഹായിക്കുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ കുഴി നമ്മൾ സ്വയം തോണ്ടുകയാണ്. ഒരിക്കലും അവരാ വാങ്ങിക്കുമ്പോഴത്തെ സ്നേഹവും ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അയ്യോ എൻ്റെ പെങ്ങൾ, അല്ലെങ്കിൽ അയ്യോ എൻ്റെ ചേച്ചി, അല്ലെങ്കിൽ അനിയത്തി എന്നൊക്കെ ഉണ്ടാവുള്ളൂ. ആ വാങ്ങിച്ച് അവർ ഉപയോഗിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാതെ ആയി കഴിഞ്ഞാൽ അവർ നമ്മളെ തിരിഞ്ഞൊന്നും നോക്കൊന്നുമില്ല. നഷ്ടം നമുക്ക് തന്നെയാണ്, നമ്മുടെ ഭർത്താവിനാണ്. എത്ര ഇതായാലും എന്തൊക്കെ ആയാലും നമ്മൾ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, എൻ്റെ അനുഭവം, ഭർത്താവും നമ്മുടെ മക്കളുമാണ്. അതിനപ്പുറത്തേക്ക് ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതിനൊരു ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠം. ഒരു ഇമ്പോർട്ടൻസും ഇല്ല. ആർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടും, അത് പൈസ കൊണ്ടായിക്കോട്ടെ, ശരീരം കൊണ്ടായിക്കോട്ടെ, എന്തുകൊണ്ടായാലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊക്കെ നഷ്ടം തന്നെയാണ്.
എൻ്റെ അനുഭവമാണ് ഞാൻ പറയണത്. ഞാൻ ഒരുപാട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. പൈസ കൊടുക്കാൻ പറ്റാത്തടത്ത് എന്നെക്കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പൈസ കൊടുക്കാൻ പറ്റുന്നവർക്ക് എൻ്റെ കയ്യിലുള്ള കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്കൊരാവശ്യം വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഘട്ടം വരുമ്പോഴോ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ നമ്മളെ അടുത്തേക്ക് സഹായവും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ, അത് ഭയങ്കര ഒരു എന്താണ് പറയുക സംഭവം തന്നെയാണ്. കാരണം നമ്മൾ സത്യസന്ധമായിട്ടാണ് മറ്റുള്ളവരുടെ അടുത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിലൊരു പ്രപഞ്ചത്തിലൊരു ശക്തിയുണ്ട്, ഒരു സത്യമുണ്ട്. ആ സത്യം നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും, അതുറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും നമ്മളെ ഇതുപോലെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, തീർച്ചയായിട്ടും അത് നിങ്ങളെ ചൂഷണം ചെയ്യുന്നതാണ്. അതങ്ങനെ തന്നെയാണ്. സ്വന്തം വീട്ടുകാരായാൽ പോലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ചൂഷണം ചെയ്യണമാണെന്ന് നിങ്ങളൊന്ന് തിരിച്ചറിയണം. അതും പറഞ്ഞ് ഒന്നും സഹായിക്കേണ്ട കൊടുക്കണ്ട എന്നല്ല പറയുന്നത്, ചെയ്യണം. എല്ലാനൊരു അളവ് വേണം. ഒന്നിനും അളവില്ലാതെ നമ്മൾ കൊടുക്കാൻ പാടില്ല. എല്ലാത്തിനും ഒരു അളവ് വേണം. കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നൊന്ന് പറഞ്ഞു വയ്ക്കുക. അപ്പോൾ അവരെങ്ങനെയായിരിക്കും പെരുമാറണമെന്ന് അറിയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അവർ നമ്മളോട് വീണ്ടും സ്നേഹത്തിലാണ്, കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളോട് നല്ല രീതിയിൽ തന്നെയായിരിക്കും. ഇത് പരീക്ഷിച്ച് നോക്കാവുന്നേ. ആർക്കെങ്കിലും നമ്മൾ സഹായങ്ങൾ ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവരോട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്നാൽ കുഴപ്പമില്ലടാ, നീ എനിക്ക് എപ്പോഴും സഹായിക്കണം, അല്ലെങ്കിൽ കുഴപ്പമില്ലടി നീ എപ്പോഴും എന്നെ സഹായിക്കണതല്ലേ, ഇപ്പം ഇല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് പ്രശ്നമില്ല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവർ നമ്മളോട് ജെന്യുവനായിട്ട് നിൽക്കണവരായിരിക്കും, എന്ന് കുറച്ചൊക്കെ ജെന്യുവനായിട്ട് നിൽക്കണവരായിരിക്കും. ചിലപ്പോൾ അവരുടെ നമ്പറും ആവാം. അപ്പോൾ നമ്മളത് തിരിച്ചറിയണം. അല്ലാത്ത വേറെ ചില ആൾക്കാരുണ്ട്, അവർ നമ്മളങ്ങോട്ട് പാടെ അവഗണിച്ച് അങ്ങോട്ട് കളയും. അതിപ്പോൾ ആരായാലും, നമ്മളെ ഫ്രണ്ട്സ് ആയാലും ശരി, വീട്ടുകാരായാലും ശരി, ആരായാലും അങ്ങനെ അങ്ങോട്ട് നമ്മളോട് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ തിരിച്ചറിയണം. പിന്നെ വേറെ ചിലർ കൂട്ടിട്ടുണ്ട്, സ്വന്തം മക്കളെ തന്നെ ഭർത്താവിൽ നിന്നിട്ട് മാറ്റി നിർത്തുന്ന ഒരു ഭാഗമുണ്ട്. ഇത് ഭയങ്കര കഷ്ടമാണ്. അതായത് കർമ്മം കൊണ്ട് ഭർത്താവും ജന്മം കൊണ്ട് അച്ഛനാണ് അയാൾ, അല്ലേ? ഒരു ഭാര്യയ്ക്ക് കർമ്മം കൊണ്ട് ഭർത്താവും ജന്മം കൊണ്ട് മക്കളുടെ അച്ഛനുമാണ്. അപ്പം ജന്മം കൊണ്ടുള്ള ബന്ധത്തിന് നമുക്കൊരിക്കലും മാറ്റാനോ വേർപെടുത്താനോ സാധിക്കില്ല. അതങ്ങനെ തന്നെ നിൽക്കും, അല്ലേ? അപ്പം അത് നമ്മളെന്താ ഒന്ന് ചിന്തിച്ച് വയ്ക്കുക. എനിക്ക് പരിചയമുള്ള പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്, മക്കളിൽ നിന്നിട്ട് അച്ഛനെ വേർപെടുത്തുക. അതായത് മക്കൾ പഠിച്ച് വളർന്ന് വലുതായി ജോലിയൊക്കെ ആയി കഴിയുന്ന സമയത്ത് അമ്മമാർക്ക് തോന്നും, ഇനിയിപ്പോൾ അയാളെ മൈൻഡ് ചെയ്യണം, എൻ്റെ മക്കൾ കെയർ ചെയ്തോളും, എൻ്റെ മക്കൾ നോക്കിക്കോളും എന്നുള്ളൊരു ചിന്തയിൽ മക്കളുടെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടാക്കി അച്ഛനിൽ നിന്നിട്ട് മക്കളെ മാറ്റിയിട്ട് ഇവർ മക്കളെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് മാറുക എന്നുള്ള രീതികളൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴും ഇദ്ദേഹത്തിൻ്റെ പൈസയ്ക്കും കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ആവശ്യമുണ്ട്. അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. അവരൊക്കെ ചിന്തിക്കണം. നിങ്ങൾ പ്രായമാകുമ്പോഴാണ് നമുക്ക് ഭർത്താവിൻ്റെ ആയാലും ഭാര്യയുടെ ആയാലും കൂടുതൽ ആവശ്യങ്ങളുണ്ടാവുക. നമ്മൾ വയസ്സായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തല്ല് പിടിക്കാനെങ്കിലും നമുക്ക് കൂടെ നമ്മുടെ ഭർത്താവ് വേണ്ടേ, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ വേണം ഉണ്ടാവണം. അതിന് നമ്മൾ എന്ത് വേണം? എല്ലാ കാര്യവും നമുക്ക് സത്യസന്ധത പുലർത്താൻ പറ്റില്ല, പക്ഷേ ഒരുവിധം കാര്യങ്ങളെങ്കിലും സത്യസന്ധത പുലർത്തണം. ബഹുമാനിക്കേണ്ടടുത്ത് ഭർത്താവിനെ ബഹുമാനിക്കേണ്ടടുത്ത് ഭർത്താവിനെ ബഹുമാനിക്കണം, ഭാര്യനെ ബഹുമാനിക്കേണ്ടടുത്ത് ഭർത്താവ് ഭാര്യനെയും ബഹുമാനിക്കണം. അപ്പോൾ ചോദിക്കും, എപ്പോഴും എൻ്റെ വായിൽ വരുന്ന ഡയലോഗാണ്, അപ്പം ചോദിക്കുന്നത്. ഞാനും അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നെങ്കിൽ അങ്ങനെയാണ്. കുറച്ചൊക്കെ മുഴുവനോടെ പെർഫെക്റ്റ് ആവാൻ എനിക്കും സാധിക്കാറില്ല, ഞാനതിന് ശ്രമിക്കുന്നുണ്ട്. മുഴുവനോടെ ആർക്കും പെർഫെക്റ്റ് ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ഒരുവിധം പെർഫെക്റ്റായിട്ട് പോകാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ കാര്യം ഇത്രയേ ഉള്ളൂ. ഈ വിഷയത്തിനെ പറ്റിയിട്ട് കുറച്ചും കൂടി എനിക്ക് പറയാനുണ്ട്, പക്ഷേ അതിങ്ങനെ നീണ്ടു പോകുമ്പോൾ കേട്ടിരിക്കണം നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ എല്ലാവരും എന്താ പറയുക, പരസ്പര സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി ആരെ പറ്റിക്കാതെ ചതിക്കാതെയൊക്കെ ജീവിക്കുക. അപ്പം ഇന്ന് ഭാര്യമാരുടെ ചൂഷണമാണ് ഞാൻ പറഞ്ഞതെങ്കിൽ മൊത്തത്തിലുള്ള സ്ത്രീകളുടെ ഒരു ചൂഷണമുണ്ട്. അതിനെ പറ്റിയിട്ടും എല്ലാവരും അറിഞ്ഞിരിക്കണം. അത് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയണില്ല, ഞാൻ പിന്നെ പറയാം. ലെങ്ത്ത് കൂടിപ്പോവും, നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് താങ്ക് യു.